ചേട്ടാ ഇത് ഫുള്ള് പാറയാണ് കേട്ടോ, നല്ല പാറയാണ്. പാഷൻ ഫ്രൂട്ടിന്റെ കണ്ടോളി, അതിനെങ്ങനെയാ എല്ലാത്തിലും അത്യാവശ്യം നല്ല പാറയാണ്. സാധാരണ നമ്മൾ കുഴി കുത്തുന്നത് പോലെ കുഴി കുത്തി പന്തൽ നാട്ടണം. പക്ഷെ അത് നല്ല ഉറപ്പുള്ളതായിട്ട് കുഴിച്ചിടാൻ കമുക് കഷ്ണങ്ങൾ വേണം കുഴിച്ചിടാനായിട്ട്. അതിനുവേണ്ടി കുഴി കുത്തുമ്പോൾ ചിലപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ കാണും. മിശ്രമം കാണുമ്പോൾ കുഴി എടുക്കുന്നത് കുഴി ഒഴിച്ച് ചില കല്ലുകളെല്ലാം നാട്ടി ഉറപ്പിച്ച് കല്ലുകളൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചുറപ്പിക്കും. ഉറപ്പിച്ച് കഴിഞ്ഞേച്ചാണ് പന്തലിൻ്റെ പണി തുടങ്ങുന്നത്. ഇപ്പോൾ കമുക് മൊത്തം നാട്ടിയതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിന് ശേഷം ഈ 4 സൈഡിൽ കൂടെയുള്ള കമ്പികൾ നമ്മൾ നല്ല ബലമുള്ള കമ്പി വെച്ച് വലിച്ച് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് വലിച്ച് കിട്ടും. എന്നിട്ട് അതിന് സ്റ്റേ കമ്പിയും കൂടി കൊടുക്കും. എങ്കിൽ മാത്രമാണ് ബലം കിട്ടുകയുള്ളൂ. ഈ പാഷൻ ഫ്രൂട്ട് പന്തലിൽ കയറി കഴിയുമ്പോൾ നല്ല കനമായിരിക്കും ഇത് കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ. അപ്പോൾ പന്തൽ താന്നു പോകും. അതുകൊണ്ട് നമ്മൾ ചുറ്റും കമ്പി കെട്ടി പന്തലിൻ്റെ ബലം കൊടുത്തതിന് ശേഷം ഉള്ളിലൂടെ കേബിളിൻ്റെ കമ്പി 2-3 നിര വലിച്ച് കെട്ടിയതിന് ശേഷം മാത്രമാണ് കേരവള്ളിയോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിൻ്റെ വലയില്ലേ, അകന്ന കാണികളുള്ള വലയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം തൂങ്ങി താഴത്തേക്ക് നിൽക്കണം. അതിനിടയ്ക്ക് ജാമായിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് നല്ലതായിരിക്കില്ല. അങ്ങനെയാണ് പന്തലിൻ്റെ പണി. നിങ്ങളെ കമുക് മുറിച്ചുകൊണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ പന്തലിടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഫോളോ ചെയ്യുക. താങ്ക് യു.